ജിൻഡോയും അഭിഷേകും തമ്മിലാണ് മുഖമുദ്ര എന്ന് പറയുന്ന ടാസ്കിനിടയിലേക്ക് അടിയിലേക്ക് എത്തിയത്. ബിഗ് ബോസ് ആണ് ഇവരെ മാറ്റി നിർത്തിയത്. ബിഗ് ബോസ് പറഞ്ഞു നിർത്താൻ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ബിഗ് ബോസ് ആണ് ഇവരെ മാറ്റി നിർത്തിയതെന്ന് തന്നെ പറയാം. ഇവരുടെ അടിയിലേക്ക് നീങ്ങിയത് ജിൻഡോ ആണ്. മുഖമുദ്രയിൽ ആ സീല് പതിപ്പിക്കാൻ പോകുന്നത്. അവിടെ ജിൻഡോനെ തടയുന്നത് അഭിഷേകാണ്. എന്നിരുന്നാൽ ഇതൊരു വലിയൊരു കയ്യാങ്കളി, ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് നീങ്ങുന്ന രീതിയിലായിരുന്നു പോയത്. പിന്നീട് അർജുനും അതേപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികൾ കൂടി ജിൻഡോനെ അഭിഷേകൻ രണ്ട് രീതിയിലേക്ക് ആക്കുകയായിരുന്നു. അവിടെ ബിഗ് ബോസ് നേരിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു. ഇതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി ഒരു മത്സരാർത്ഥി പുറത്താകുമോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഗെയിം തന്നെയാണ്. എന്തായാലും അത്തരം രീതിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ബിഗ് ബോസ് ഇടപെട്ടു എന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും അഭിഷേകിന്റെ ഭാഗത്തു നിന്നാണ് ചെറിയൊരു പാളിച്ച പറ്റിയത്. അഭിഷേക് ജിൻഡോയുടെ മൈക്ക് പിടിച്ചു വലിച്ചു എന്നുള്ളൊരു സംഭവമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്കറിയാം, ഒരു ഫിസിക്കൽ അസാൾട്ടിലൂടെ ജിൻഡോ അല്ലെങ്കിൽ അഭിഷേകൊക്കെ പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പരിസരം മറന്ന് ഗെയിമിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ടാണോ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അറിയാൻ പറ്റില്ല. പിന്നീട് കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. കാരണം നമ്മൾ അത്തരം രീതിയിലുള്ളൊക്കെ ഫിസിക്കൽ അസാൾട്ടൊക്കെ നേരത്തെ കണ്ടാണ്. ചെറിയൊരു തെറ്റ് മതി ഒരു മത്സരാർത്ഥി പുറത്താകാൻ. കാരണം 80 ദിവസം കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പുറത്താവില്ല, അത് മികച്ചൊരു മത്സരാർത്ഥി പുറത്താവുക എന്ന് പറയുന്നത് വളരെ ഖേദകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ബിഗ് ബോസ് നേരത്തെ ഇടപെട്ടതും ഈ ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് നീങ്ങുന്നതിന് മുന്നേ അവരെ മാറ്റി നിർത്തി. എന്തായാലും ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിമായിരുന്നു. പക്ഷേ നേരത്തെയും ജാസ്മിനും സിജോയും തമ്മിലായിരുന്നു പ്രശ്നം. ഇപ്പോൾ ജിൻഡോയും അഭിഷേകും തമ്മിലാണ് പ്രശ്നം. അത്തരത്തിലുള്ളൊരു പ്രമോ ആണ് ഇപ്പോൾ വന്നത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ട് എന്താണ് സംഭവിച്ചത്, അതിനുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.